ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ടത്തിനുള്ള വിജ്ഞാപനം പുറത്തിറക്കി. 4ാം ഘട്ടത്തിന്റെ പത്രികകൾ പിൻവലിക്കാനുള്ള അവസാന തീയതി ഇന്ന്. രാജ്യത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. പ്രധാനമന്ത്രി കർണാടകയിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുന്നു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് ഗുജറാത്തിൽ. കേന്ദ്ര ഖനി മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ക്രിട്ടിക്കൽ മിനറൽസ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കം. രാജ്യത്തെ തെക്ക് കിഴക്കൻ മേഖലയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ അതീവ ജാഗ്രത. ISL ഫുട്ബോളിന്റെ 2ാം പാദ സെമിയിൽ ഇന്ന് മുംബൈ സിറ്റി FC ഗോവ പോരാട്ടം. മത്സരം രാത്രി 7:30. വാർത്തകൾ വിശദമായി. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ടത്തിനുള്ള വിജ്ഞാപനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. 6 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹിയിലെയും 57 ലോക്സഭാ സീറ്റുകളിലേക്കാണ് ഈ ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഡൽഹിയിൽ 7, ഹരിയാനയിൽ 10, ഉത്തർപ്രദേശിൽ 14, ബീഹാറിലും പശ്ചിമബംഗാളിലും 8 വീതം, ഒഡീഷയിൽ 6, ഝാർഖണ്ഡിൽ 4 എന്നിങ്ങനെയാണ് 6ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങൾ. മെയ് 6 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. മെയ് 25 വോട്ടെടുപ്പ്. രാജ്യത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ടത്തിലെ നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കും. 9 സംസ്ഥാനങ്ങളിലെയും ജമ്മുകശ്മീരിലെയും 96 സീറ്റുകളിൽ അടുത്ത മാസം 13 4ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. 5ാം ഘട്ടത്തിലേക്ക് അടുത്ത മാസം 3 വരെ പത്രിക സമർപ്പിക്കാം. മെയ് 20 വോട്ടെടുപ്പ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വരും ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് മഹാരാഷ്ട്രയിലെ പൂനെയിൽ മഹാവിജയ് സങ്കൽപ് സഭാ റാലിയിൽ പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്. സോലാപൂർ, സതാര ജില്ലകളിലും പ്രധാനമന്ത്രി ഇന്ന് തിരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യും. കർണാടകയിലെ ബഗൽകോട്ടിലും പ്രധാനമന്ത്രി പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. JDU അധ്യക്ഷൻ നിതീഷ് കുമാറും പ്രചാരണ രംഗത്ത് സജീവമാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ അമിത്ഷാ ഗുവാഹട്ടിയിൽ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. ബീഹാറിലെ ഛംഛാപൂരിലും ബഗുസരായിലും 2 പൊതുസമ്മേളനങ്ങളിലും അദ്ദേഹം സംസാരിക്കും. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ആഗ്രയിലും ഹത്രസിലും റാലികളിൽ പങ്കെടുക്കും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് വടക്കൻ ഗുജറാത്തിലെ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യും. ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിലും അദ്ദേഹം പ്രചാരണം നടത്തും. കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ കർണാടകയിലെ റൈച്ചൂർ, യാദ്ഗിർ, കൽബുർഗി ജില്ലകളിൽ തിരഞ്ഞെടുപ്പ് റാലികൾക്ക് നേതൃത്വം നൽകും. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഗുൽബർഗിൽ റാലിയെ അഭിസംബോധന ചെയ്യും. NCP സ്ഥാപക നേതാവ് ശരത് പവാറും ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയും ഇന്ന് മഹാരാഷ്ട്രയിൽ സംയുക്ത റാലി സംഘടിപ്പിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യരക്ഷാമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ രാജ്നാഥ് സിംഗ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഉത്തർപ്രദേശിലെ ലക്നൌ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ജനവിധി തേടുന്നത്. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ശ്രീ രാജ്നാഥ് സിംഗിനെ അനുഗമിച്ചു. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും അമേഠിയിൽ നിന്ന് മത്സരിക്കുന്നതിനുള്ള പത്രിക ഇന്ന് സമർപ്പിക്കും. 2019 ഇതേ സീറ്റിൽ നിന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയാണ് സ്മൃതി ഇറാനി MP ആയത്. BSPക്ക് വേണ്ടി രവി പ്രകാശ് മൌര്യയും അമേഠിയിൽ നിന്ന് മത്സരിക്കും. തെലങ്കാനയിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് 12% മാത്രം പ്രാതിനിധ്യം. സംസ്ഥാനത്തെ 17 സീറ്റുകളിലേക്ക് BJP, കോൺഗ്രസ്, BRS പാർട്ടികൾ ആകെ 6 വനിതാ സ്ഥാനാർത്ഥികളെയാണ് മത്സരിപ്പിക്കുന്നത്. മൽക്കാജ്ഗിരിയിൽ P. സുനീത റെഡ്ഡിയും വാറങ്കലിൽ K. കാവ്യയും ആദിലാബാദിൽ അത്രം സുഗുണയും കോൺഗ്രസിനു വേണ്ടി മത്സരിക്കും. മഹാബൂബ് നഗർ മണ്ഡലത്തിൽ DK അരുണയും ഹൈദരാബാദിൽ K. മാധവീലതയുമാണ് BJP സ്ഥാനാർത്ഥികൾ. മഹാബൂബ് നഗറിലെ സിറ്റിംഗ് MP മാലോത് കവിത BRSനു വേണ്ടി വീണ്ടും ജനവിധി തേടും. ഔട്ടർ മണിപ്പൂർ ലോക്സഭാ മണ്ഡലത്തിലെ 6 പോളിംഗ് സ്റ്റേഷനുകളിൽ വീണ്ടും വോട്ടെടുപ്പ് നടത്താൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. ഉഖ്രുൽ ജില്ലയിലെ 5 പോളിംഗ് സ്റ്റേഷനുകളിലും സേനാപതി ജില്ലയിലെ ഒരിടത്തുമാണ് നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 4 മണിവരെ വോട്ടെടുപ്പ് നടക്കുക. റീപോളിംഗ് നടക്കുന്ന 6 ഇടങ്ങളിൽ ഈ മാസം 26 വോട്ടെടുപ്പ് നടന്നത്.
ആം ആദ്മി പാർട്ടിയുടെ പ്രചാരണ ഗാനത്തിൽ മാറ്റം വരുത്താൻ ആവശ്യപ്പെട്ട് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളും കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങളും ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. അതേസമയം ഇതാദ്യമായാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചാരണ ഗാനത്തിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കേർപ്പെടുത്തുന്നതെന്ന് AAP പ്രതികരിച്ചു. പ്രചാരണ ഗാനം വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടില്ലെന്നും മുതിർന്ന AAP നേതാവ് അതിഷി മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന X ഹാൻഡിലും സന്ദർശിക്കാം. ക്രിട്ടിക്കൽ മിനറൽസ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമായി. കേന്ദ്ര ഖനി മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് ഉച്ചകോടി. ആധുനിക സാമ്പത്തിക വ്യവസ്ഥയുടെ പുരോഗതിക്കും ദേശീയ സുരക്ഷയ്ക്കും അനിവാര്യമായ ധാതുക്കളെയാണ് ക്രിട്ടിക്കൽ മിനറൽസായി പരിഗണിക്കുന്നത്. ദേശീയ അന്തർദേശീയ തലത്തിലുള്ള വ്യവസായികൾ, സ്റ്റാർട്ടപ്പുകൾ, സർക്കാർ ഉദ്യോഗസ്ഥർ, ശാസ്ത്രജ്ഞർ, വിദ്യാഭ്യാസ വിദഗ്ധർ തുടങ്ങിയവർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. രാജ്യത്തിന്റെ തെക്ക് കിഴക്കൻ മേഖലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി. പശ്ചിമബംഗാളിന്റെ ഗംഗാ സമതല മേഖല, ഒഡീഷ, ബീഹാർ, ഝാർഖണ്ഡ് എന്നിവിടങ്ങളിൽ അടുത്ത 4 ദിവസം ഉഷ്ണതരംഗ സാഹചര്യം തുടരുമെന്നാണ് മുന്നറിയിപ്പ്. റായൽസീമ, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഉത്തർപ്രദേശിന്റെ കിഴക്കൻ മേഖല എന്നിവിടങ്ങളിലും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. തെലങ്കാനയിലെ 33 ജില്ലകളിൽ 15 ഇടങ്ങളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പുള്ളതിനാൽ ഹൈദരാബാദ് കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രം 2 ദിവസത്തെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളത്തിൽ കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ താപനില ഉയർന്നു നിൽക്കുന്നതിനാൽ ഉഷ്ണതരംഗ സാഹചര്യമുണ്ടാകാനിടയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പാലക്കാട് ജില്ലയിൽ തുടർച്ചയായ 3-ാം ദിവസം താപനില 41 ഡിഗ്രിക്ക് മുകളിലാണ്. അടുത്ത മാസം 2 വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം, തൃശൂർ ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. അടുത്ത മാസം 2 വരെ സംസ്ഥാനത്തെ 12 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇതേ തുടർന്ന് കേരളത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. കണ്ണൂരും പാലക്കാടും കഴിഞ്ഞ ദിവസങ്ങളിൽ സൂര്യാതപമേറ്റുള്ള മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലക്ഷദ്വീപ് പ്രദേശത്ത് മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രദേശത്ത് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. കേരളത്തിൽ ഇന്നും നാളെയും 8 ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വനിതകളുടെ സ്കീറ്റ് വിഭാഗത്തിൽ ഇന്ത്യയുടെ മഹേശ്വരി ചൌഹാൻ 2024 പാരീസ് ഒളിമ്പിക്സ് യോഗ്യത നേടി. ദോഹയിൽ നടന്ന ഷോട്ട് ഗൺ ഒളിമ്പിക് യോഗ്യതാ മത്സരത്തിൽ വെള്ളി മെഡലോടെയാണ് മഹേശ്വരി യോഗ്യത നേടിയത്. ഇന്നലെ നടന്ന ഫൈനൽ മത്സരത്തിൽ 6-ൽ 4 ഷൂട്ടർമാർക്ക് മാത്രമാണ് ഒളിമ്പിക് യോഗ്യത നേടാനായത്. ഷൂട്ടിംഗിൽ ഇന്ത്യയുടെ 21-ാം യോഗ്യതയും ഷോട്ട് ഗണ്ണിൽ 5-ാം യോഗ്യതയുമാണിത്. ISL ഫുട്ബോളിൽ ഇന്ന് നടക്കുന്ന 2-ാം പാദ സെമിയിൽ മുംബൈ സിറ്റി ഗോവയെ നേരിടും. രാത്രി 7:30 മുംബൈ ഫുട്ബോൾ അരീനയിലാണ് മത്സരം. ഇന്നലെ നടന്ന 2-ാം പാദ സെമിയിൽ ഒഡീഷയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സ് ഈ സീസണിലെ ആദ്യ ഫൈനലിസ്റ്റുകളായി. മെയ് 4-നാണ് ഫൈനൽ. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ 9 വിക്കറ്റിന് പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 78 റണ്ണിന്റെ ഉജ്ജ്വല വിജയം. സിവിൽ സർവീസ് പരിശീലന രംഗത്ത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്താൻ തീരുമാനം. ഇതിനായി ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് പബ്ലിക് ഗ്രീവൻസ് വകുപ്പിൽ നിന്നുള്ള പ്രതിനിധി സംഘം ബംഗ്ലാദേശിലെത്തി. ബംഗ്ലാദേശിലെ സിവിൽ സർവീസുകാർക്ക് മികച്ച പരിശീലനം ലഭ്യമാക്കുന്നതിനായി 2014 ഒപ്പുവച്ച ധാരണാപത്രം പുതുക്കുന്നത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ചർച്ച നടത്തും. രാജ്യത്തെ വിവിധയിടങ്ങളിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പകർച്ചവ്യാധികൾക്കെതിരെയുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ഉന്നതതല യോഗം സംഘടിപ്പിച്ചു. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങൾക്കെതിരെയും ജാഗ്രത വേണമെന്ന് മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 6-ാം ഘട്ടത്തിനുള്ള വിജ്ഞാപനം പുറത്തിറക്കി. 4-ാം ഘട്ടത്തിന്റെ പത്രികകൾ പിൻവലിക്കാനുള്ള അവസാന തീയതി ഇന്ന്. രാജ്യത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കിയ മുന്നണികൾ. പ്രധാനമന്ത്രി കർണാടകയിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുന്നു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് ഗുജറാത്തിൽ. കേന്ദ്ര ഖനി മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ക്രിട്ടിക്കൽ മിനറൽസ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കം.
രാജ്യത്തെ തെക്ക് കിഴക്കൻ മേഖലയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ അതീവ ജാഗ്രത. ISL ഫുട്ബോളിന്റെ രണ്ടാം പാദ സെമിയിൽ ഇന്ന് മുംബൈ സിറ്റി FC ഗോവ പോരാട്ടം. മത്സരം രാത്രി 7:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.